നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു കാലത്ത് മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്ന നടനായിരുന്നു ദിലീപ്. മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർക്ക് ശേഷം ഏറ്റവുമധികം ഹിറ്റുകളുള്ള നടൻ എന്നായിരുന്നു പലരും ദിലീപിനെ വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ മലയാള സിനിമ മാറ്റത്തിന്റെ പാതയിലേക്ക് കടന്നപ്പോൾ അതിനെ ഉൾക്കൊള്ളാതെ പഴയ ടൈപ്പ് സിനിമകൾ തെരഞ്ഞെടുത്തതും നടിയെ ആക്രമിച്ച് കേസിൽ പ്രതിയായതും താരത്തിന് തിരിച്ചടിയായി. കോവിഡിന് ശേഷം മലയാള സിനിമ വ്യത്യസ്തമായ കഥകൾ ചെയ്ത് ലോകശ്രദ്ധ നേടിയപ്പോഴും തന്റെ പഴയ ട്രാക്ക് തന്നെ തുടർന്നത് താരത്തിന്റെ കരിയറിനെ സാരമായി ബാധിച്ചു. കഴിഞ്ഞ 3 വർഷത്തിനിടെ എടുത്തു പറയാൻ ഒരൊറ്റ സൂപ്പർ ഹിറ്റ് പോലും ദിലീപിനില്ല. കരിയറിലെ ഏറ്റവും വലിയ ബജറ്റിൽ വന്ന ബാന്ദ്ര കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ പരാജയമായി മാറി. 25 കോടി മുടക്കിയ ചിത്രം 5 കോടി പോലും കളക്ട് ചെയ്തില്ല. 2024 മലയാള സിനിമ ബോക്സ് ഓഫീസിലെ സ്വപ്നതുല്യമായ കുതിപ്പ് നടത്തിയപ്പോൾ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി വന്ന ദിലീപ് ചിത്രം തങ്കമൺ ഈ വർഷത്തെ മോശം ചിത്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടു. 1970കളിലെ സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള തിരക്കഥയും അവതരണവുമായിരുന്നു തങ്കമണിയുടേത്. അയാള് ഞാനല്ല, ഡിയർ ഫ്രണ്ട് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വിനീത് കുമാർ സംവിധാനം ചെയ്ത പവി കെയർടേക്കർ ദിലീപിന്റെ തന്നെ ഹിറ്റ് ചിത്രമായ ബോഡിഗാർഡിന്റെ വികലമായ അനുകരണമായിരുന്നു. ആളുകളെ മടുപ്പിച്ച സ്ലപ്സ്റ്റിക് കോമഡികൾ നിറഞ്ഞ ചിത്രം വെക്കേഷന് സമയം മുതലെടുത്ത് ബജറ്റ് തിരിച്ചുപിടിച്ചു. എന്നാൽ ഈ 3 ചിത്രങ്ങളും ഇതുവരെ ഒരൊറ്റ OTT പ്ലാറ്റ്ഫോമുകളും ഏറ്റെടുത്തിട്ടില്ല. വലിയ തുകക്ക് ഏറ്റെടുക്കുന്ന സിനിമകൾ പോലും പ്രതീക്ഷിച്ച റീച്ച് നേടാത്തതുകൊണ്ട് മലയാള സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ പല OTT പ്ലാറ്റ്ഫോമുകളും പിൻവാങ്ങുന്ന സമയമാണ്. ഒപ്പമിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം ആവേശം, ഗുരുവായൂരമ്പല നടയില് എന്നീ ചിത്രങ്ങൾ തിയേറ്റർ ഹിറ്റിന് പുറമെ വലിയ തുകക്ക് പല OTT പ്ലാറ്റ്ഫോമുകളെ സ്വന്തമാക്കിയിരുന്നു. റിലീസ് ചെയ്ത 9 മാസം പിന്നിട്ട ബാന്ദ്രയും ഈ വർഷം ഫെബ്രുവരിയിൽ റിലീസായ തങ്കമണിയും ഏപ്രിലിൽ റിലീസ് ചെയ്ത പവി കെയർടേക്കറും ഇത്ര കാലം കഴിഞ്ഞും OTTയിൽ റിലീസ് ചെയ്തിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. ഒരു കാലത്ത് മലയാള സിനിമയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ദിലീപിന്റെ ഇപ്പോഴത്തെ സിനിമകള് OTT പ്ലാറ്റ്ഫോമുകൾ പോലും വേണ്ടെന്ന് വെക്കുന്ന അവസ്ഥയാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്.